അപ്പം നമുക്ക് തുടങ്ങാം. അപ്പം ഇന്നിപ്പോൾ നമ്മൾ ഈ പറയുന്ന 15 വീക്ക് ഇപ്പം ആദ്യം തന്നെ പറയാമെന്ന് വെച്ചാൽ നമ്മൾ കഴിഞ്ഞ ലൈവുകളിൽ നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, ഈ പറയുന്ന ടെൻഡൻസികൾ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ നമ്മൾ പണ്ട് മുതലേ പറയുന്നത് പോലെ തന്നെ ഈ പറയുന്ന 100ഉം 20 വീക്ക് റെസിസ്റ്റൻസ് ആകുന്ന സമയത്താണ് നമുക്കിങ്ങനെ ഒരു ബിയർ ടെൻഡൻസി പറഞ്ഞത്. ഈ രണ്ട് ക്രോസ് ഓവർ സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ ബിയർ മാർക്കറ്റ് ടെൻഡൻസി വളരെ കൂടുതലാണെന്ന് പറഞ്ഞത്. ഇപ്പോൾ പബ്ലിക് ഗ്രൂപ്പിലൊക്കെ ഉള്ള ഇപ്പോൾ ഹൈദർ വഹിക്കുന്ന പബ്ലിക് ഗ്രൂപ്പിൽ ഞാനൊരു പോസ്റ്റ് ഇട്ടിരുന്നു. നിങ്ങൾ എന്തായാലും പബ്ലിക് ഗ്രൂപ്പിൽ എല്ലാവരും ജോയിൻ ചെയ്യണേ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഈ പബ്ലിക് ഗ്രൂപ്പ് പറഞ്ഞാൽ ഈ ക്രോസ് ഓവർ സംഭവിച്ചതിന് ശേഷം കഴിഞ്ഞ 4 സൈക്കിൾ 2016, 20, 20 ഈ അതിന് മുമ്പത്തെ സൈക്കിളിലൊക്കെ ഉണ്ടായ ആ കറക്ഷനാണ് ഇപ്പോൾ സംഭവിക്കുന്നത്. അപ്പം അതിനർത്ഥം ബിയർ ടെൻഡൻസി കൺഫേമേഷനിലേക്ക് തന്നെ പോയിട്ടുണ്ട്. പല കാര്യങ്ങളും റെസിസ്റ്റൻസ്, 20 വീക്ക് EMA, ഇപ്പോൾ ഈ ക്രോസ് ഓവർ. ഇനിയുള്ള ചോദ്യം എന്ന് പറഞ്ഞാൽ ഇന്നിപ്പോൾ ഡൗൺ ആയതെന്ന് പറഞ്ഞാൽ 69K എന്ന് പറയുന്ന 2021 16K നിന്ന്, അതായത് 19K നിന്ന് 69Kയിലായതാണ് 2021. ആൾട്ട് സീസൺ ഇല്ലേ? അതാണ് നമ്മുടെ എല്ലാവരുടെയും മെയിൻ ക്വസ്റ്റ്യൻസ്. അതിലേക്ക് നമുക്ക് എത്താം. അതൊരു ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യമാണ്. അപ്പോൾ 2021 16 നിന്ന് 19 നിന്ന് 69ലേക്ക് പോയി, 69 നിന്ന് 16ലേക്ക് വന്നു, പിന്നീട് 16 നിന്ന് 69ലേക്ക് വന്നു. നമ്മൾ ബ്രേക്ക് ചെയ്തു, നമ്മൾ 100K 123 കേട്ടു. അവിടെ നിന്നാണ് ഇപ്പം അതായത് നമ്മൾ കഴിഞ്ഞ 2021 19K ഉണ്ടായ സിറ്റുവേഷനിലാണ് നമ്മളുള്ളത്. അതായത് 2021 നമ്മൾ 16K ഉണ്ടായിരുന്ന സിറ്റുവേഷനിലാണ് കറന്റ് ഉള്ളത്. അതൊരു ഭയങ്കര പക്ഷെ കോമഡി എന്താണെന്ന് വെച്ചാൽ ഈ ഒരു വർഷം മൊത്തം ബിയർ ടെൻഡൻസിക്ക് സാധ്യതയുണ്ട്. 2027 ശരിക്കും കണക്ക് പ്രകാരം ഈ വർഷത്തെ ഒക്ടോബറിലേക്കാണ് ലോയിലേക്ക് എത്തേണ്ടത്. അപ്പം അവിടെയാണ് ചോദ്യം, ഇത്രയാണോ BTCൻ്റെ കുറവുണ്ടാവുക, ഇനിയും കുറച്ചും കൂടി കുറയാനുണ്ടോയെന്നാണ്. ഇനി ആൾട്ട് 2021 ബുൾ മാർക്കറ്റ് സംബന്ധിച്ചിടത്തോളം ഒരു ആൾട്ട് റാലി എന്തായാലും ഉണ്ടായിട്ടുണ്ട്. ഈ സൈക്കിളിൽ നമ്മൾ ആൾട്ട് റാലി കണ്ടിട്ടില്ല. ട്രംപ് ജോയിൻ ചെയ്ത സമയത്ത് കുറച്ചധികം ആൾട്ട് റാലി ഉണ്ടായിരുന്നെങ്കിൽ പോലും അതിനുശേഷം ഉണ്ടായിട്ടില്ല എന്നാണ് ഈ സൈക്കിളിൻ്റെ ഒരു വ്യത്യാസം. അതും ഒരു പോയിൻ്റ് ഔട്ട് ചെയ്യുന്നൊരു വിഷയമാണ്. പക്ഷേ 2022 ചില കോയിൻസ്, പൊട്ടൻഷ്യലുള്ള സമയമുള്ള കോയിൻസൊക്കെ ബിയർ മാർക്കറ്റിൽ പോലും ഹൈക്ക് വന്നിട്ടുണ്ട്. നമുക്കൊരു ധാരണയുണ്ട് ബിയർ മാർക്കറ്റിൽ എത്തിക്കഴിഞ്ഞാൽ എല്ലാ കോയിൻസും അത് ഇല്ലാണ്ടായി പോകുന്ന സെറ്റപ്പാണ്. അങ്ങനെയല്ല. INJ ഓൾ ടൈം അടിച്ചത്, ORDI ഓൾ ടൈം അടിച്ചത്, പല കോയിൻസും ഓൾ ടൈം അടിച്ചതൊക്കെ ബിയർ മാർക്കറ്റിൻ്റെ കാലയളവിലാണ്. അതായത് ഈ 2026 അല്ലെങ്കിൽ 27 എന്ന് പറയുന്ന ഈ കാലയളവിലാണ് അടിച്ചത്. രണ്ടാമത് ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ഷോർട്ട് ഓപ്ഷൻസ് എന്ന് പറയുന്ന ഒരു ബിഗർ ഓപ്പർച്യൂണിറ്റി നമുക്ക് മാർക്കറ്റിലുണ്ട് എന്നുള്ളതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എങ്ങനെയാണ് ഇപ്പോൾ ഫർഹാൻ CK പറഞ്ഞ ട്രംപ് വന്നപ്പോൾ എല്ലാം പോയി, എന്താടാ ഇങ്ങനെ ഒരു മിനിറ്റ്, എന്ത് കഷ്ടം. അപ്പോൾ ട്രംപ് വന്നപ്പോൾ എല്ലാം പോയി എന്നാണ് ഫർഹാൻ പറയുന്നത്. നിങ്ങൾക്കൊരു കാര്യം അറിയാം, ഈ എപ്സ്റ്റീൻ ഫയലിലൊക്കെ മൊത്തം ട്രംപിൻ്റെ നെയിംസാണ് ഉള്ളത്. അതും വളരെയധികം ഡാർക്കായിട്ട് എനിക്ക് തോന്നുന്നു. ഫഹദ് അതന്നെ, ആരാണത്? ആ മോഡറേറ്റർ ആക്കിയവൻ്റെ പണിയാന്ന് തോന്നുന്നുണ്ട്. നെക്സ്റ്റ് പ്ലാൻ അപ്പോൾ എപ്സ്റ്റീൻ ഫയലിലൊക്കെ മൊത്തം ട്രംപിൻ്റെ പേരും ട്രംപിൻ്റെ കുൽസിതങ്ങളും ഇതൊക്കെ ഡാർക്ക് അടിപ്പിക്കുന്നുണ്ട്. ഇതൊക്കെ ഈ ക്രോസ് ഓവറിന് ശേഷം BTCൻ്റെ ആ ലോ ടെൻഡൻസിയാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. കറൻലി എന്ന് പറയുന്നത് 69Kൻ്റെ ബിലോ എന്ന് പറയുന്നത് കഴിഞ്ഞ ബിയർ മാർക്കറ്റിൽ 16K എന്നാണ്. പക്ഷെ എനിക്കൊന്ന് കുറച്ചും കൂടി കുറയണം എന്നാണ് തോന്നുന്നത്. കാരണം ഒരു വർഷം മൊത്തം ബിയർ മാർക്കറ്റ് ടെൻഡൻസി ഉണ്ട്. പക്ഷെ അതിൻ്റെ ഇടയിൽ ഇനിയിപ്പോൾ ആൾട്ട് സീസൺ വരാത്തതുകൊണ്ട് എക്സ്ട്രാ എന്തെങ്കിലും പരിപാടി ഉണ്ടാവോ ഇല്ലയോ എന്നുള്ളതാണ് എനിക്കുള്ള ഡൗട്ട്. മറ്റേ നെക്സ്റ്റ് പ്ലാൻ എന്ന് പറഞ്ഞാൽ ഷോർട്ട് ചെയ്തുകൊണ്ടിരിക്കുക. ഡെയിലി ഷോർട്ട് ഓപ്ഷൻസ് ആണ് നമ്മൾ ഗ്രൂപ്പിലിടുന്നത്. പബ്ലിക് ഗ്രൂപ്പിലും നിങ്ങൾക്ക് ഓപ്ഷൻസ് തരാം. ഷോർട്ട് നമുക്ക് ബിയർ മാർക്കറ്റിൽ നല്ലൊരു ഓപ്ഷനാണ്. അഖില ചോദിക്കുന്നത് ബ്രോ ഇതൊരു ബിയർ ട്രാപ്പ് ആണോ എന്ന് ചോദിക്കുന്നുണ്ട്. പക്ഷെ ഇവിടെ പോയിന്റ് എന്താണെന്നറിയാം, ബിയർ ട്രാപ്പ് ആണെന്ന് വെച്ചാൽ ക്രോസ് ഓവറിന് ശേഷമൊക്കെ ബിയർ മാർക്കറ്റ് ഉണ്ടായിട്ടുണ്ട്. മൂക്ക് ഏതാടാ പിന്നെ ജലദോഷം വരും പിന്നെ ഞാൻ പിന്നെ അപ്പോൾ ക്രോസ് ഓവറിന് ശേഷമൊക്കെ ഈ ബിയർ ടെൻഡൻസി ഉണ്ടായിട്ടുണ്ട്. ബിറ്റ്കോയിൻ ഫയൽസ് ഈസ് റിവീൽഡ്
അതിനെക്കുറിച്ച് എനിക്കധികം ഡീറ്റെയിൽസ് അറിയില്ല, അതൊന്നും നോക്കേണ്ടതുണ്ട്. അപ്പോൾ അങ്ങനെയാണ്. അപ്പോൾ ഈ ഒരു പറയുന്നത് പോലെ ഈ എപ്സ്റ്റീൻ ഫയലിൻ്റെ ശേഷം ട്രംപിൻ്റെ ആ ഒരു വാല്യൂ, ട്രംപിൻ്റെ ആ ഒരു ഇതും ഒരു ചോദ്യം ചെയ്യപ്പെടുന്നുണ്ട്. ട്രംപിൻ്റെ ആ ഒരു പ്രസിഡൻസി കണ്ടിന്യൂഷൻ വരെ നമുക്കൊരു ചോദ്യചിഹ്നമായിട്ട് വരാനുണ്ട്. നെക്സ്റ്റ് കണ്ടിന്യൂഷൻ എന്ന് പറയുന്നത് നമ്മൾ ഷോർട്ട് ഓപ്ഷൻസ് ആണ്. അതായത് പ്രീവിയസ് ബുൾ മാർക്കറ്റ് പീക്ക് എന്ന് പറയുന്ന 69 ബിലോ ക്ലോസ് ചെയ്യുക എന്ന് പറയുന്നത് ഒരു ബിയർ ടെൻഡൻസിയിലേക്ക് തന്നെ പോകുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം 19 ബിലോ ആൾക്ക് 16K വരെയുണ്ട്. അങ്ങനെ കളവിലൊരു മിനിമം ഒരു ബിലോ 60 പോവേണ്ടതാണ്. വിവേക് അങ്ങനെയൊന്നുമില്ലടാ. പക്ഷെ കുറേ ആൾക്കാർക്ക് വൻ ഡാർക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. പക്ഷെ ഞാൻ നിങ്ങളോട് പറയുന്നൊരു കാര്യം എന്ന് പറയുന്നത് BTC ഈ ഒരു 7 ദിവസം കൊണ്ട് 19,000 കുറഞ്ഞു. ഈ പറഞ്ഞ ഇത്രയും കറക്ഷൻ ഉണ്ടെങ്കിൽ പോലും ശരിക്കും പറഞ്ഞാൽ 2026 ഇയർ മൊത്തം ഉണ്ട്. ചിലപ്പോൾ ചില ഏരിയയിൽ കൺസോൾട്ടേറ്റ് ചെയ്ത് ആൾട്ടിലേക്ക് ഫണ്ട് മറയാവുന്ന സിറ്റുവേഷൻസ് ഒക്കെ ഉണ്ടാവണ്ട. വാങ്ങിയ ആൾട്ടുകൾ നമ്മൾ ഹോൾഡിങ്, നമ്മൾ 1% ഒരു ഓപ്ഷൻസ് സെൽ ഓഫ് ചെയ്തിരുന്നു. പക്ഷെ ബാക്കി ഹൈദർ റഫീഖ് പറഞ്ഞ ഐ സോൾഡ് എവറിത്തിങ് വെൻ BTC, അതൊക്കെ ഒരു ഹെവി സെറ്റപ്പ്. ആക്ച്വൽ ബിറ്റ് കോയിൻ ഫൗണ്ടർ പുറത്തു വന്നാൽ ബിറ്റ് കോയിൻ വിൽ ബി അൺവാല്യൂഡ്. എനിക്ക് അതിനെ കുറിച്ചിട്ട് വല്ല ഒരു ഇതില്ല. അങ്ങനെ ഒരു സട്ടോഷി പുറത്ത് വരാന്നുള്ളത് സംഭവിക്കുന്ന എനിക്ക് തോന്നുന്നില്ല. സൗണ്ട് കിട്ടുന്നില്ല, നോക്കിയടാ. പിന്നെ അടുത്ത ക്വസ്റ്റ്യൻസ്, BTC എവിടെ വരെ പോകും എന്നുള്ളത്. 69 ബിൽ ആയിരിക്കണം അതിൻ്റെ ഏറ്റവും ലോയിലേക്ക് പോകേണ്ടത്. അപ്പോൾ കറന്റ് ലോയൊന്നും ശരിക്കും ലോ ആവാൻ സാധ്യതയില്ല. രണ്ടാമത് ചിലപ്പോൾ ഇവിടുന്ന് കയറി കുറച്ചും കൂടി ഡൗണിലേക്ക് വരുന്നതായിരിക്കും. സൗണ്ട് പോയാ? സൗണ്ട് പോയി. സൗണ്ട് സീൻ ഉണ്ടോ? ഇതെങ്ങനെ ഈ സൗണ്ട് സീൻ വരുന്നത് നോക്കട്ടെ. ഓരോ ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. ഞാൻ ഓരോ കോയിൻസിൻ്റെ അപ്ഡേറ്റ്സ്, ഇപ്പോൾ സോൾ XRP ചോദിക്കുന്നവരുടെ ഓരോ കോയിൻസ് ഞാൻ അപ്ഡേറ്റ്സ് തരുന്നുണ്ട് ഇൻഡിവിജ്വൽ കോയിൻസ് ആയിട്ട്. ആര്യൻ്റെ കോയിൻസ് ഏതെല്ലാം എന്നൊന്ന് പറയണം കേട്ടോ. നമുക്കങ്ങനെ ആളുടെ സെല്ലാക്കണോന്ന് ചോദിക്കുന്നുണ്ട്. നമ്മൾ കഴിഞ്ഞ കുറച്ച് നാളായിട്ട് എടുത്തൊരു തീരുമാനം എന്ന് പറഞ്ഞാൽ ഫർദർ ആൾട്ട് ബൈ ചെയ്യണ്ട എന്നുള്ളത് നമ്മളൊരു തീരുമാനം എടുത്തിരുന്നു. അത് എല്ലാവരും ചെയ്തിരുന്നു. അതായത് ഈ കഴിഞ്ഞ കുറച്ച് കാലയളവിൽ നമ്മൾ ഇത്തീരം ഒഴികെ വേറൊന്നും ഈ പറയുന്ന ആൾട്ട് ബൈയിങ് ചെയ്യും. ദിസ് ഇസ് എ ബിയർ ട്രാപ്പ് എന്ന് പറയുന്നുണ്ട്. കാരണം അത് ഇപ്പം ഈ അക്ഷയ് പറഞ്ഞതിന് എനിക്കൊരു സാധ്യത കൽപ്പിക്കാൻ ഞാൻ പറയാൻ കാരണം 2026 ഒക്ടോബറിലൊക്കെയാണ് ശരിക്കും പറഞ്ഞാൽ ബിയർ മാർക്കറ്റ് ലോ വരേണ്ടത്. അങ്ങനെയാണെങ്കിൽ ഇതൊരു ബിയർ ട്രാപ്പ് സെറ്റപ്പിലേക്കായിരിക്കും. പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ എല്ലാ 4 ഇയർ സൈക്കിളിലും ഈ പറയുന്ന ക്രോസ് ഓവറിന് ശേഷം ബിയർ ടെൻഡൻസി ഡൗൺ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇതാണ് പോയിന്റ്. അതായത് ശരിക്കും പറഞ്ഞ ഹിസ്റ്ററി പ്രകാരം ഇപ്പോൾ കറണ്ട് നോക്കി നോക്കിയാൽ കറക്റ്റ് ഒക്ടോബർ ഹിസ്റ്ററി പ്രകാരം 568 ഡേയ്സ് പ്രകാരം ബുൾ മാർക്കറ്റ് പീക്കായി അതിന് ശേഷം ഡൗണിലേക്ക് പോകുന്നു. അങ്ങനെ കാലയളവ് നോക്കുകയാണെങ്കിൽ അടുത്ത ഒക്ടോബർ, ഈ വരുന്ന ഒക്ടോബർ അല്ലെങ്കിൽ ആ സമയത്താണ് അതിൻ്റെ ഏറ്റവും ലോവസ്റ്റ് പോയിന്റിലേക്ക് എത്തേണ്ടത്. എന്നുള്ളത് കൊണ്ട് മേ ബി കുറച്ച് നാളും കൺസോൾട്ടേഷൻ അപ്പ് ഹൈക്ക് അങ്ങനെയെല്ലാം ആയിരിക്കണം. സൗണ്ട് വീണ്ടും പോയാ? സൗണ്ട് പോയി. എന്ത് മാങ്ങിയാ നോക്കിയേ, സൗണ്ട് കിട്ടുന്നില്ല. ഇതെങ്ങനെയാടാ? എങ്ങനെ
ഇപ്പോ സൗണ്ട് വൈഷ്ണവ് ദേവ് അങ്ങനെ ഒരു സാധനം ചിലപ്പോ അടിക്കാനുള്ള കിട്ടുന്നുണ്ടാവില്ല. സൗണ്ട് കേൾക്കുന്നുണ്ട്. ഇപ്പൊ എങ്ങനെയുണ്ട്? എനിക്കൊന്ന് ഞാൻ എൻ്റെ കൈ കൊണ്ട് കവർ പിടിക്കാനൊന്നൊരു സുഖമില്ല. വൈഷ്ണവ് പറഞ്ഞ പോലെ അങ്ങനെ ഒരു സാധ്യതയുണ്ട് കേട്ടോ. നമ്മുടെ ആൾട്ട് സീസൺ എക്സ്പെക്ട് ചെയ്തത് നമുക്ക് നോക്കാം. ഇനി ഏതായാലും പുതിയൊന്നും വാങ്ങണ്ട, മറ്റേത് നമുക്ക് ഇതായി നോക്കുന്നതായിരിക്കും നല്ലത്. ഇപ്പോൾ സൗണ്ട് റെഡിയായ അത് എൻ്റെ ഞാൻ പിടിക്കുമ്പോൾ കവറാകുന്നുണ്ടോ മൈക്ക്? പക്ഷെ അത്രയും സിറ്റുവേഷനൊക്കെ മൈക്കിന് ഇഷ്യൂ വന്നോ നോക്കട്ടെ. ഇനി എന്ത് ചെയ്യും അംബാനി എന്ന് പറഞ്ഞാൽ, ഇനി നമുക്ക് ഷോർട്ട് പിടിക്കാം, ഷോർട്ടിൽ കളിക്കാം കുറച്ച് നാൾ, എന്നിട്ട് കുറച്ച് ഫണ്ട് സെറ്റ് ചെയ്യാം, എന്നിട്ട് നമുക്ക് റീഇൻവെസ്റ്റ് ചെയ്യുന്ന സെറ്റപ്പ് ചെയ്യാം. അതായിരിക്കും കുറച്ച് നൈസ് എന്ന് തോന്നുന്നു. രണ്ടാമത് എന്ന് പറയുന്നത് ഒക്ടോബർ വരെ ഉണ്ട്, ഇനി 2 കൊല്ലം. അങ്ങനെയാണെങ്കിൽ ബിയർ മാർക്കറ്റ് ആണെങ്കിൽ 2026-27 സീനാണ്. മാർക്കറ്റ് ഡൗൺ ചെയ്തുകൊണ്ട് നിൽക്കും, അത് ഉറപ്പാണ്. ഇനിയും ഡൗണിലേക്ക് തന്നെ പോകും. പക്ഷെ വീണ്ടും അപ്പ് വരും. അതുകൊണ്ട് ഡാർക്ക് അടിക്കുന്നു വേണ്ട എന്നാണ് എനിക്ക് തോന്നുന്നു. പക്ഷേ ഇൻട്രസ്റ്റ് റേറ്റ് കൂട്ടാൻ എന്ന് പറയുന്നത് ഇനി കൂട്ടൂല എന്നാ പറഞ്ഞത്. ലിങ്കൊക്കെ എനിക്ക് തോന്നുന്നു കുറച്ചും കൂടി കുറയും ഇനിയുള്ള കണ്ടീഷനിൽ. നമുക്ക് അപ്ഡേറ്റ് ചെയ്താൽ കുറച്ച് ഷോർട്ട് യൂസ്ഫുൾ ആക്കുന്ന സെറ്റപ്പിലേക്ക് പോവാം. കുറച്ച് നാള് ഷോർട്ട് കളിക്കാം. പിന്നെ എല്ലാ കോയിൻസും നമ്മൾ ബിയർ മാർക്കറ്റിൽ നിങ്ങൾ വിചാരിക്കുന്ന ലെവൽ ഓഫ് കുറയില്ലാട്ടാ. ചില കോയിൻസ് ഒക്കെ ബിയർ മാർക്കറ്റിൽ കയറും. ING ഒക്കെ കഴിഞ്ഞ പ്രാവശ്യം ബിയർ മാർക്കറ്റ് സമയത്താണ് കയറിയത്. അങ്ങനെയുള്ളൊരു ഇഷ്യൂ ഉണ്ട്, അങ്ങനെ ഒരു സംഭവം കൂടി ഉണ്ട്. പിന്നെ ഫർദി ചോദിക്കുന്ന റിലീഫ്, അതാണ് നിങ്ങൾ എൻ്റെ കൺഫ്യൂഷൻസ് ഇതാണ്. നിങ്ങൾ മുമ്പിൽ ഞാൻ ഇട്ട് തരുന്നേ. എൻ്റെ കൺഫ്യൂഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ കണ്ടിന് എത്ര ശതമാനം ലോങ് ആണ് ലിക്വിഡേറ്റ് ആയത് കഴിഞ്ഞ കുറേ കാലയളവിൽ. ഷോർട്ട് ലിക്വിഡേഷൻ ഇല്ല. അതായത് കഴിഞ്ഞ ഒരു 6 മന്ത് അല്ല, ഒക്ടോബറിന് ശേഷം, ഒക്ടോബർ, നവംബർ, ഡിസംബർ, ജാനുവരി, ഫെബ്രുവരി, ഈ കഴിഞ്ഞ 5 മാസത്തിൻ്റെ ഇടയിൽ ലോങ് ലിക്വിഡേഷൻ എന്ന് പറയുന്നത് നമുക്കൊന്ന് ഹെവി ബില്ല്. ഇപ്പം ഇന്നലെ 69 പോയപ്പോൾ ഉണ്ടായ ലോങ് ലിക്വിഡേഷൻ നിങ്ങൾ കണ്ടിനെങ്കിൽ ഇത് ഓൾറെഡി ഇനി മാത്രം ലോങ് ലിക്വിഡേറ്റ് ആയി. പക്ഷെ ഇനി എന്ത് ലിക്വിഡേറ്റ് ആവാനുള്ളത് ലോങ്ങിൻ്റെ സൈഡിൽ? അപ്പോൾ ഇനിയൊരു ബിയർ മാർക്കറ്റിലേക്ക് ഇനിയും കുറഞ്ഞാലും അതിന് മാത്രം ലോങ് മാർക്കറ്റിൽ ലിക്വിഡേറ്റ് ചെയ്യാനില്ല. പക്ഷെ ഷോർട്ടിൻ്റെ അവസ്ഥ ചിന്തിച്ചു നോക്കിയാൽ എത്ര ശതമാനം ഷോർട്ട് ലിക്വിഡേഷൻ ചെയ്യാനുണ്ട്. ഇത് തന്നെ ഉള്ളിലുള്ള ഒരു കൺഫ്യൂഷൻസ് വളരെയധികം കൂട്ടുന്നുണ്ട് കേട്ടോ. കാരണം ഇത്രയും ഇപ്പോൾ ഇന്നലെ തന്നെ എത്രയോ 12 ബില്യൺ ലോങ് ലിക്വിഡേറ്റ് ആയി. അപ്പോൾ എത്രയോ ആൾട്ട് ലോങ് ലിക്വിഡേറ്റ് ആയി, ഫുള്ളും ലിക്വിഡേറ്റ് ആയി. ഷോർട്ടോ ഈ പറയുന്ന ഓരോ കോയിൻസും ഷോർട്ട് ചെയ്യുന്നവർ, ഈ പറയുന്ന മൈക്രോ സ്ട്രാറ്റജി ആയാലും മറ്റുള്ളവർ ബൈ ചെയ്യുന്നവർ, അപ്പം അവരൊക്കെ അപ്പോൾ എങ്ങനെയും ഇത്ര പെട്ടെന്ന് ബിയറിലേക്ക് പോകുന്നത്, ഇത്ര ക്രോസ് ഓവറിന് ശേഷം ഇത്ര പെട്ടെന്ന് 69 വരുന്നതിലൊക്കെ ഒരു ഡാർക്ക് ഉണ്ട് എന്നുള്ളത്. പക്ഷെ ഹിസ്റ്ററി പ്രകാരം കറക്റ്റ് 4 ഇയറിൽ നിന്നു, എന്നിട്ട് ഈ പറയുന്ന പോലെ ക്രോസ് ഓവർ സംഭവിച്ചു, ഡൗൺ ആവുന്ന എല്ലാം ഹിസ്റ്ററി പ്രകാരം കാണിക്കുന്നുമുണ്ട്. അപ്പോൾ ഈ എപ്സ്റ്റീൻ ഫയലൊക്കെ പോലെ ഇപ്പോൾ നിങ്ങൾ ചിന്തിച്ചു നോക്കി, എപ്സ്റ്റീൻ ഫയലിലൊക്കെ റിലീസ് ചെയ്യുമ്പോൾ കുറേ സംഭവങ്ങൾ നടക്കുന്നുണ്ട് ഈ ലോകത്ത്. അതായത് ചെറിയ കുട്ടികൾ തിന്നുന്നുണ്ടെന്ന് പറയുന്നുണ്ട്, ചെറിയ കുട്ടികൾ വല്ലാണ്ട് ഉപദ്രവിക്കുന്നുണ്ട്. ഈവൻ ഞാൻ ഇന്ന് കേട്ട ഒരു സംഭവമാണ്, എത്രത്തോളം ശരിയാണെന്ന് അറിയില്ല, അതിൻ്റെ ഒരു ഹോർമോണിൻ്റെ പൂർണ്ണ ഡീറ്റെയിൽസ് എന്നൊക്കെ അറിയില്ല. ഇവൻ എങ്ങനെയാണെന്ന് വെച്ചാൽ ചെറിയ കുട്ടികളൊക്കെ ഇവർ പേടിപ്പിച്ചിട്ട്, ഇപ്പം നമ്മളിപ്പോൾ പേടിക്കുന്ന സമയത്തൊക്കെ നമുക്ക് പ്രത്യേക ഒരു സ്ട്രെങ്ത് കിട്ടും. എങ്ങനെയാണെന്ന് വെച്ചാൽ ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു പട്ടി ഓടിക്കാൻ വരുന്നതായിരിക്കും, നമ്മളെ പെട്ടെന്ന് പട്ടി നമ്മളെ ആക്രമിക്കാൻ വരുന്നുണ്ടെന്നായിരിക്കും. അപ്പം ആ സമയത്ത് നമ്മൾ ഓടുന്ന സ്പീഡ് എന്ന് പറയുന്നത് നോർമൽ നമ്മൾ ഓടുന്ന സ്പീഡ് ആയിരിക്കില്ല. കാരണം അത്രയും ഒരു സ്ട്രെങ്ത്. നമ്മൾ ചിലപ്പോൾ ഒരു മതിലൊക്കെ എടുത്ത് ചാടും, ചിലപ്പോൾ നമ്മൾ വേറെ എവിടെയെങ്കിലും, ഒന്നും പറയാൻ പറ്റില്ല നമ്മൾ എന്തൊക്കെയാണ് ചെയ്യാം. നമുക്ക് പിന്നെ ചിന്തിക്കുമ്പോൾ നമുക്ക് ഇത്രയും സ്പീഡിൽ ഓടാൻ പറ്റും. അതെന്ന് പറഞ്ഞാൽ അതേപോലെ ചെറിയ കുട്ടികളെ അവർ വല്ലാണ്ട് പേടിപ്പിക്കും.
അപ്പം അവർക്ക് അപ്പം ശരീരത്തിൽ റിലീസ് ചെയ്യുന്ന ഈ സ്ട്രെസ് ഹോർമോൺ, ഈ അഡ്രിനാൽ റഷ്, അതെ ഈ പറയുന്ന ആ സമയത്ത് ക്രിയേറ്റ് ചെയ്യുന്ന അഡ്രിനാൽ റഷൊക്കെ എടുത്തിട്ട് ആ ബ്ലഡിൽ നിന്ന് എടുത്തിട്ട് അതിൻ്റെ ആ ഒരു ഹോർമോൺ ട്രാൻസ്ഫ്യൂഷനൊക്കെ നടത്തുന്നുണ്ട് എന്നുള്ള രീതിയിലേക്ക് പ്രചരണം. അത് വെച്ച് ആ ഒരു കിക്ക് അല്ലെങ്കിൽ അത് വെച്ച് ഏജ് റിവേഴ്സൽ മറ്റു കാര്യങ്ങൾക്ക് യൂസ് ചെയ്യുന്നുണ്ട് എന്ന് പറയുന്ന ഹൈലി ഡാർക്ക്. അതിൻ്റെ കോമഡി എന്ന് വെച്ചാൽ ഈ പറയുന്ന എല്ലാത്തിനും ആൻറ്റി ഏജിങ്, നിഷാമ് പറഞ്ഞ പോലെ ആൻറ്റി ഏജിങ് യൂസ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞത്. പക്ഷെ ഇതിൻ്റെ എല്ലാത്തിലും ഡീലിങ്സും മൊത്തം നടക്കുന്നതും ഈ പറയുന്ന ബിറ്റ് കോയിൻ ക്രിപ്റ്റോ വെച്ചിട്ട് തന്നെയാണെന്നുള്ളതും ഒരു ഇതാണ്. അപ്പോൾ ഈ കാലയളവിൽ എപ്സ്റ്റീൻ ഫയൽസിൻ്റെ റിലീസ് വരുന്നത്, അപ്പം അതിന് വേണ്ടിയിട്ട് ആ റിലീസോട് സംബന്ധിച്ചിടത്തോളം ഉള്ള പ്രശ്നങ്ങൾ ഡീൽ ചെയ്യുന്നതൊക്കെ കുറേ ഫണ്ട് വലിക്കുന്നതും ഈ പറയുന്ന എപ്സ്റ്റീൻ ഫയൽ റിലീസ് ചെയ്തുകൊണ്ടുണ്ടാവുന്ന അതിനെ കൗണ്ടർ പ്രൊഡക്റ്റ് ചെയ്യാൻ വേണ്ടിക്ക്, അതിനുണ്ടാകുന്ന ഡാമേജ് കൗണ്ടർ പ്രൊഡക്റ്റ് ചെയ്യാൻ വേണ്ടിക്ക് മാർക്കറ്റിൽ ഇറക്കുന്ന ഫണ്ട്, മാനിപ്പുലേഷൻസ്, ഗോൾഡ്. നിങ്ങൾ ചിന്തിച്ചു നോക്കി, ഒരു സുപ്രഭാതത്തിലാണ് ഗോൾഡിൻ്റെ ഒക്കെ എത്രയോ ശതമാനം, സിൽവർ, പല വേൾഡിലെ ഹയസ്റ്റ്, നമ്മൾ ഇത്രയും നേരം ഹയസ്റ്റ് സെറ്റപ്പിലേക്ക് കൊടുക്കുന്ന ഒറ്റയടിക്ക് പറഞ്ഞത്. BTC 7 ദിവസം കൊണ്ട് കുറഞ്ഞത് $20,000 അപ്പം നമ്മൾ ഈ ബിറ്റ് കോയിൻ്റെ കേസിൽ നമ്മൾ വിചാരിക്കുന്നതിലും ഡാർക്ക് ഫേസ് പല ഏരിയയിലുണ്ട്. ഇപ്പം ഞാൻ നിങ്ങളോട് 4 ഇയർ സൈക്കിൾ ഓരോ ടെൻഡൻസി പറയുകയാണെങ്കിലും ക്രോസ് ഓവർ, പ്രത്യേകിച്ച് ക്രോസ് ഓവറിനൊക്കെ ശേഷമൊക്കെ ഒറ്റയടിക്ക് $18,000 കുറഞ്ഞത്. അതേസമയത്ത് ആൾട്ട് സീസണോ, കഴിഞ്ഞ 2021 ഉണ്ടായിരുന്ന ആൾട്ട് സീസൺ, പലപ്പോഴായിട്ട് ആൾട്ട് സീസൺ ഉണ്ടാകുന്ന ഘട്ടം എത്തുമ്പോൾ ട്രംപ് കോയിൻസ് ഇറങ്ങുക, മില്ലേനിയം അവൻ്റെ വൈഫിൻ്റെ കോയിൻസ് ഇറങ്ങുക, പല ഷിറ്റ് കോയിൻസ് മാർക്കറ്റിൽ ഇറങ്ങുക, അത്രയും ലോങ് ലിക്വിഡേറ്റ് ആക്കുക. എക്സ്ചേഞ്ചിനൊക്കെ സംബന്ധിച്ചിടത്തോളം എത്ര ഷോർട്ട് ഉണ്ട്, എത്ര ഷോർട്ടാണ് ശരിക്കും മാർക്കറ്റിൽ ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ ഒരു October 10 ഒറ്റ ടാരിഫ്, അതായത് നിങ്ങളിപ്പോൾ ഈ പറയുന്ന ലിങ്ക് അല്ലെങ്കിൽ ഈ പല കോയിൻസും അതൊക്കെ സീറോൻ്റെ അടുത്തേക്ക് പോയിട്ടുണ്ട്. INJ ഒക്കെ എത്രയോ ശതമാനം കുറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ October 10 ട്രംപ് ഒരു നൈറ്റിന്, അതായത് പാതിരാത്രിക്ക് ട്രംപ് എന്ത് പറഞ്ഞു, ഞാൻ ഈ പറയുന്ന ചൈനയിലേക്ക് ഈ പറയുന്ന ടാരിഫ് ക്രിയേറ്റ് ചെയ്യുമെന്ന് പറഞ്ഞിട്ട് ഈ ഇത്ര ലെവൽ ഈ പറയുന്ന ആൾട്ട് കുറഞ്ഞത് എന്ന് പറയുന്ന അത്രയും ഹൈ ലോയിലേക്ക് കുറച്ചിട്ടുണ്ട്. പല കോയിൻസും സീറോയിലേക്ക് കുറച്ചിട്ടുണ്ട്. നിങ്ങൾ അറിഞ്ഞോ, ഈ October 10 പല കോയിൻസും സീറോയിലേക്ക് കുറച്ചിട്ടുണ്ട്. ഇപ്പം ലിങ്കൊക്കെ $3 ആയിട്ടുണ്ട്. അതിപ്പം BTC 68 ആകുമ്പോൾ ലിങ്ക് അത്ര ആയിട്ടില്ല. അപ്പം അതിൻ്റെ ഇടയ്ക്ക് ഉണ്ടാകുന്ന മാനിപ്പുലേഷൻസ്, അതിൻ്റെ ഇടയ്ക്ക് ഇവർ ഒറ്റ ദിവസം കൊണ്ട് ഇവർ 19 ബില്യൺ, കണക്ക് പ്രകാരം 36 ബില്യൺ എന്ന് പറഞ്ഞത്, അന്ന് 19 ബില്യണാണ് ക്രിപ്റ്റോ മാർക്കറ്റ് ലോങ് ലിക്വിഡേറ്റ് ചെയ്ത്. ലോങ് മൊത്തമായിട്ട് പോയിട്ടുണ്ട്. എന്നിട്ടും മാർക്കറ്റ് കറക്ഷൻസ് വന്നുകൊണ്ടേയിരിക്കുന്നു. ഈ ട്രംപിൻ്റെ കൂടെയുള്ളവർ ഈ കഴിഞ്ഞ 1 വർഷത്തിൻ്റെ ഇടയിൽ കാണിക്കുന്നതെന്ന് പറഞ്ഞാൽ നമുക്ക് ഡീൽ ചെയ്യാൻ പറ്റുന്നതല്ല. നീ ചിന്തിച്ചു നോക്കിയേ, നിങ്ങൾ നല്ല ഓണായിട്ട് പോകുന്ന ബിറ്റ് കോയിൻ October 10 നല്ല സ്റ്റേബിൾ, ഹിസ്റ്ററി പ്രകാരം അടിപൊളി 125K ബ്രേക്ക് ചെയ്യുന്നു, 100 EMA സപ്പോർട്ട് ക്രിയേറ്റ് ചെയ്യുന്നു, എല്ലാം ഹെവി ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ബിറ്റ് കോയിൻ ഒരു സുപ്രഭാതത്തിൽ ട്രേഡ് വാർ എന്ന് പറഞ്ഞാൽ അത് സോൾവ് ചെയ്ത് ഒരു ഇഷ്യൂ ഇല്ല. പക്ഷെ ഓൻ അതിൻ്റെ ഇടയിൽ ചെയ്ത കാര്യം എന്താ പറയുക, ഈ ADA XRPനൊക്കെ ഈ പറയുന്ന ഫെഡറൽ റിസർവ് ആക്കുന്നിട്ടൊരു പോസ്റ്റ് ഇട്ടു. ഏത് സെപ്റ്റംബർ സമയത്ത്. ആ സെപ്റ്റംബർ സമയത്ത് ഓൻ പോസ്റ്റ് ഇട്ടിട്ട് ആ പോസ്റ്റ് ഡിലീറ്റ് ചെയ്തു. ആ സമയത്തൊക്കെ മാർക്കറ്റിൽ XRPക്കും ഈ പറയുന്ന ADA കിട്ടിയ പുഷ് എന്താണ്, ആ സമയത്ത് ഈ ഹൈപ്പ് ഉള്ള സമയത്താണ് അവൻ ട്രംപ് കോയിൻ ഇറക്കിയത്. ട്രംപ് കോയിൻ $86 പോയത്. നിങ്ങൾക്കറിയാം, $86, അതും 2 ദിവസങ്ങൾക്കിടയിൽ. അത് എങ്ങനെയാണ് പല ആൾട്ടും നല്ല റാലിയിലേക്ക് പോകും, ഇപ്പം ആൾട്ട് റാലി സംഭവിക്കുമെന്ന് പറഞ്ഞു നിൽക്കുന്ന സമയത്ത് ഹയസ്റ്റ് ലെവൽ ന്യൂ ഓൾ ടൈം ആൾട്ട് സീസൺ സെറ്റപ്പ്, പല ഡോജ് 0.47 എത്ര ലെവലിലേക്ക് പോയേ, CRO നമ്മളെ എല്ലാ കോയിൻസും 10x ഏത് കോയിൻസാണ് ലോയിലുണ്ടായത്, എല്ലാ കോയിൻസ് പടക്കെന്ന് പറഞ്ഞിട്ട് ഹയർ റേറ്റിലേക്ക് പോയ അന്നും ട്രംപ് കോയിൻ ഇറക്കി. എത്ര ആൾട്ടിൻ്റെ ഫുൾ എമൗണ്ട് എല്ലാവരും ട്രംപിലേക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് മാറ്റി.
അതായത് നമ്മൾ ഈ പറയുന്ന പല ആൾട്ടിൻ്റെയും ഫുൾ വിഡ്രോ ചെയ്ത് കുറേ ബിഗ് വെയിൽസ് ട്രംപിലേക്ക് മാറ്റി. അത് $9-7 നിന്ന് $86 പോയി. ഒറ്റ ദിവസം കൊണ്ട് 2-3 ദിവസം കൊണ്ട് $86 കുറഞ്ഞു. അതിനുശേഷം വേറൊരു മില്യണിയൻ കോയിൻ ഇറക്കി. ഇവൻ ഈ ക്രിപ്റ്റോയെ ഉയർത്തും, ക്രിപ്റ്റോയെ ചക്കയാക്കും, ചൈനയിൽ നിന്ന് ഇപ്പുറത്തേക്കാക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ഓൻ ചെയ്തതെന്ന് പറഞ്ഞാൽ ഫുള്ള് മാനിപ്പുലേഷൻ. എന്നിട്ട് എപ്സ്റ്റീൻ ഫയലിലും ഫുള്ള് അവൻ്റെ റേറ്റ്, അവൻ്റെ ന്യൂസ്, അത് ഈ ബിറ്റ് കോയിൻ റിലേറ്റഡ് പേയ്മെൻറ്റ്, അങ്ങനെ കുറേ ഡാർക്ക് ഫേസുകൾ മാർക്കറ്റിൽ നടന്നുകൊണ്ടിരിക്കുന്നു. 2026 ക്രോസ് ഓവർ എന്ന് പറഞ്ഞിട്ട് വീണ്ടും 69 ബിലോയിലേക്ക്. അപ്പം ഞാൻ നിങ്ങളോട് പറഞ്ഞു, അതാണ് ഞാൻ കഴിഞ്ഞ കുറച്ച് മാസങ്ങളായിട്ട് ലൈവുകളിൽ വന്ന സമയത്ത് പറഞ്ഞത്, പുതുതായിട്ട് ഇനി ഒന്നും ബൈ ചെയ്യണ്ട, നമ്മളിനി പുതുതായിട്ട് ഒന്നും വാങ്ങുന്നില്ല എന്ന് പറഞ്ഞെന്ന് പറഞ്ഞാൽ അത്തരം സിറ്റുവേഷനിലേക്ക് കൊണ്ടെത്തിച്ചിട്ടുണ്ട് മാർക്കറ്റിനെ. ഇനി എന്തെന്ന് വെച്ചാൽ ഇതിനൊക്കെ ഇപ്പോൾ ഉദാഹരണത്തിന് ഇന്ന് 6 ബില്യൺ 7 ബില്യണാണ് മൈക്രോ സ്ട്രാറ്റജീൻ്റെ ലോസ്. പക്ഷേ ഇനി ഇത്രയും ഈ പറയുന്ന ബൈനാൻസ് ആയാലും ഈ പറയുന്ന എക്സ്ചേഞ്ചുകാർക്ക് ഷോർട്ട് ഓപ്ഷൻസ് താങ്ങാൻ പറ്റുമോ? എനിക്ക് തോന്നുന്നില്ല. അവർ ലോങ് ഒക്കെ പൂർണ്ണമായിട്ട് ലിക്വിഡേറ്റ് ആക്കി. ഇനി എന്താണ് റീസൺ? ഇനി എന്താണ് ഷോർട്ടാണ്? 125 ഷോർട്ട് ഇടുന്ന ടീംസ് ഉണ്ട്. ഇപ്പം നമ്മൾ കഴിഞ്ഞ എത്ര ദിവസമായി ഷോർട്ട് ഇട്ടുകൊണ്ടിരിക്കുന്നത്? നമ്മൾ പൊതുവേ ഷോർട്ട് ഇടാത്ത ആൾക്കാർ കഴിഞ്ഞ ഫുൾ ദിവസങ്ങളായിട്ട് നമ്മൾ ഷോർട്ട് ഇട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പം നിങ്ങളോട് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ, നിങ്ങൾ ഫോക്കസ്ഡ് ആണെങ്കിൽ അതിലൂടെ സെറ്റായി നോക്കുക. ഈ സമയങ്ങളിൽ മാനിപ്പുലേഷൻസ് കവർ ചെയ്യുക. മാർക്കറ്റ് ആൾട്ട് സീസൺ കാണുകയാണെങ്കിൽ സ്റ്റാർട്ട് ചെയ്താൽ മതി. ബിറ്റ് കോയിൻ, എത്തീരിയം ഒഴികെയുള്ള എല്ലാ കോയിൻസിലും ആൾട്ട് സീസൺ ടെൻഡൻസി കാണിക്കുന്നുണ്ടെങ്കിൽ മാത്രം ഇൻവെസ്റ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുക. അല്ലെങ്കിൽ വെയിറ്റ് ചെയ്ത് നിൽക്കുക. നിങ്ങൾക്ക് ഏറ്റവും ലോവസ്റ്റ് ലെവലിലേക്ക് പോകും. ഇനി ഇതൊരു മാനിപ്പുലേഷൻ ആണ്, ബിയർ ട്രാപ്പ് ആണെങ്കിൽ നിങ്ങൾക്ക് വീണ്ടും അപ്സൈഡ് കിട്ടുമ്പോൾ നമ്മൾ ഈ പറയുന്ന ഹോൾഡ് ചെയ്യുന്ന കോയിൻസ് ആ സമയത്ത് നമ്മൾ കുറച്ചും കൂടി ആഡപ്പ് ചെയ്തിട്ട് പ്രോഫിറ്റ് എടുത്താൽ മതി. അല്ലാണ്ട് ഈ ഒരു സമയം അവസരമാണ് വീണ്ടും ബൈ ചെയ്യാമെന്ന് ആരും ചിന്തിക്കണ്ട. ആരും ഈ സമയത്ത് ബൈ ചെയ്യണ്ട. ബൈ ചെയ്യുന്നുണ്ടെങ്കിൽ ബിറ്റ് കോയിൻ അല്ലെങ്കിൽ എത്തീരിയം മാത്രം ഫോക്കസ്ഡ് ആക്കുക. ഇനി ആൾട്ട് സീസൺ വരികയാണ്, നമുക്കുണ്ടല്ലോ നമ്മളെ കൈമിൽ കോയിൻ, അത് നമുക്ക് ഇനി അല്ല, നമുക്ക് ഈ പറയുന്ന ഒക്ടോബർ അല്ലെങ്കിൽ ഈ മാസം, ഈ വർഷം ഡൗണിലുള്ള ഈ പറയുന്ന മിഡ് ഏരിയയിൽ വെച്ചിട്ട് നമുക്ക് ബൈ ചെയ്യാം. ഇതിലും ലോയിൽ കിട്ടും. ഓക്കെ, അതായിരിക്കണം നമ്മുടെ മെയിൻ പ്ലാൻ. ഇനി ഓരോ ക്വസ്റ്റ്യൻ നോക്കാം. ഈ സമയങ്ങളിൽ നമ്മൾ ഷോർട്ട് ഇടും. നമ്മുടെ ഷോർട്ട് ലിക്വിഡേറ്റ് ആകുന്നത് വരെ നമുക്ക് ഷോർട്ട് ഇട്ട് നോക്കാം, എത്ര വരെ പോകുന്നു നോക്കാം അല്ലേ. അപ്പോൾ ഷോർട്ട് ഓപ്ഷൻസ് ഒന്നും അത്ര ഡാർക്ക് വലിയ പണിയൊന്നുമില്ല. അതെ, നമ്മൾ ആ രീതിയിൽ കളികൾ മാറി. അതുകൊണ്ടാണ് നിങ്ങളും കണ്ടതാണ് നമ്മൾ എത്ര ഫോക്കസ്ഡ് ആയിട്ട് ഈ ഡോജ് ആയാലും എല്ലാം നമ്മൾ ആ ഫുള്ളായിട്ട് മാനിപ്പുലേഷൻ ചെയ്തു. കൈമ നിൽക്കുന്നില്ല. ബാക്ക്വേർഡ് സോൾഡ് മില്യൺ ഓഫ് ബിറ്റ് കോയിൻ എന്ന് ന്യൂസ് കണ്ടില്ലേ? അതെ, അവരൊക്കെ ഇങ്ങനെയാണ് ഈ സമയങ്ങളിൽ ചെയ്യുക. അവർ മാനിപ്പുലേഷൻ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കും. അത് വിട്. ഇനി ഇവിടെ ബിനാൻസിൻ്റെ ചങ്ങായി ഉണ്ടല്ലോ, CZ, അവനെന്താ കഴിഞ്ഞ ഒരാഴ്ച മുമ്പ് പറഞ്ഞത് സൂപ്പർ സൈക്കിൾ എന്നൊക്കെ പറഞ്ഞു. ഇന്ന് പറയുന്നു പൂവറായി പോയി. അതാണ് അവർ ഇങ്ങനെ പറയുന്ന മാർക്കറ്റിൻ്റെ ലോ കറക്ഷൻ, അതായത് മാർക്കറ്റ് വൻ കറക്ഷൻ വരുന്ന സമയത്ത് അവരിങ്ങനെ എന്തൊക്കെയോ ഇടും. പുതിയ സൈക്കിൾ വരുന്നു, പുതിയ ഹെവി ആവുന്നു, എന്നിട്ട് ഇവൻ തന്നെ കൂടിയല്ലോ സെല്ല് ചെയ്യും. ഇതാണ് കണ്ടീഷൻസ്. 665 ഒന്നും അതിന് മാത്രമുള്ള റിട്ടേൺസ് വരാനുള്ള ഒരു റാലിയും തോമാച്ചൻസിനോട് ഞാൻ പറയല്ലേ, 60 to 65 ഡൗൺ ആയ ശരിക്കും അതിന് അപ്പാവേണ്ട ഒരു റാലിയും വന്നിട്ടില്ല. അപ്പോൾ ഇനി ഏതായാലും ഒരു 10% ലോ ആയാലും വലിയ പ്രശ്നമൊന്നും ഉണ്ടാവില്ല. അപ്പം അങ്ങനെയാണ് ശരി. ഇനി ഡൗൺ ആയാലും എക്സ്ചേഞ്ച് ഒക്കെ നഷ്ടമാവും. അത് ഓർക്കലും നടക്കില്ല. അപ്പോൾ അത് പറയാം. അതാ ഞാൻ പറയുന്നത്, അത്രയും ഷോർട്ട് മാർക്കറ്റിലുണ്ട്. എന്താണ് അതിൻ്റെ അടിസ്ഥാനം? നോ ഐഡിയ. അതാണ് ഫറാൻ പറഞ്ഞ കാര്യങ്ങൾ. ഓർഡർ ബ്ലോക്സ് ഉണ്ട്. ഇതിലും ലോ ആയിട്ടുണ്ട് ട്രംപിൻ്റെ സമയത്ത്, അതായത് ഓൺ 10th October. വീട് എപ്പോഴാണ് വിളിക്കണ്ടേ? പോടാ, അങ്ങനത്തെ ഒന്നും പരിപാടി ചെയ്തൊക്കെയല്ലേ. ഈ സൈക്കിളിൽ പുതിയ ആൾക്കാരൊന്നും വന്നിട്ടില്ലല്ലോ. ആൾക്കാരാ മനസ്സിലായിട്ടില്ല. നമ്മൾ കാണാത്ത എന്തൊക്കെയോ ഇതിൻ്റെ ഉള്ളിലുണ്ടോ. അതാണ് ഏവിയേറ്റർ. അത് സ്പോയിലറേ ശരിയാണ്. മൂഡിലോട്ട് പെട്ടെന്ന് പോയി. ലാസ്റ്റ് ബിയർ കുറേ ടൈം എടുത്തില്ല. അതൊരു നിതീഷ് പറയുന്നത്. ഈ ഒരു സ്പീഡ്, പക്ഷേ ക്രോസ് ഓവറിന് ശേഷം അത്യാവശ്യം സ്പീഡിലാണ് BTC ഡൗൺലോഡ് വന്നുകൊണ്ടിരുന്നത് കേട്ടോ. അതുകൊണ്ട് അങ്ങനെ മുമ്പും അങ്ങനെ ഉണ്ടായിട്ടുണ്ട്.
പിന്നെന്തോ പരക്കനെ ഷോട്ട് ഇടാത്തതെന്ന് പറഞ്ഞാൽ നമ്മൾ ആവേശമായി കഴിഞ്ഞാൽ അടിച്ച് കിട്ടും, അതുകൊണ്ടാണ്. ഏണിലേക്ക് മാറ്റി നൈസാടാ ശരത്തെ. ഇനി അത് കണ്ടുകൊണ്ടിരിക്കും. ഏവിയേറ്റർ മല്ലു പറയുന്നത് ജസ്റ്റ് നൗ ട്രംപ് കമ്പനി അത് ഓൾറെഡി സെല് ചെയ്തിട്ടുണ്ട് 2 ദിവസം മുമ്പ്. ഇപ്പം ആ ന്യൂസ് പുറത്ത് വരുന്നതാണ്. ആരും രണ്ടാമത് ബൈ ചെയ്യാണ്ട് കാണിട്ട് അവർ കുറച്ച് കഴിഞ്ഞ് ബൈ ചെയ്യും. അത് നോക്കണ്ട. ഇപ്പം നമുക്ക് കിട്ടുന്ന ന്യൂസൊക്കെ 2 ദിവസം മുമ്പത്തെ ന്യൂസ് ആയിരിക്കും, 100% ഉറപ്പാണ്. ENA കോയിൻസ് നോക്കണം. പാളിയോന്ന് ചോദിച്ചാൽ അങ്ങനെയല്ല. സിഗ്നൽസ് ഡെയിലി നോക്കുന്നുണ്ട്, പക്ഷെ ഭയങ്കര ടാസ്ക് പറയാം ഈ സമയത്ത് സിഗ്നൽസ് ഇടാൻ. സിങ് ഷോട്ട് എന്തെങ്കിലും ഹൈപ്പ് ഞാൻ നോക്കാം, ഇതൊരു ഡൗൺ ആവാൻ ചാൻസ് ഉണ്ട്. വാട്ട്സ് ഒരു വ്യൂ എന്ന് പറഞ്ഞാൽ ശരിക്കും ഒരു ഒക്ടോബറിലേക്കൊക്കെ വളരെ കുറച്ചും പക്ഷെ ഇപ്പോൾ ഒറ്റയടിക്ക് 69 പോയി. അപ്പം ഇനിയും കുറയേണ്ടതാണ്, നോക്കാം. PV അങ്ങനെ തന്നെ. പക്ഷെ ഇപ്പം അല്ല, ഇപ്പം ഒന്നും BTC എത്തിരും. നിങ്ങൾക്ക് വേണമെങ്കിൽ ലോങ് ടേം ഒന്ന് എക്സ്പെക്ട് ചെയ്തിട്ട് വേറൊരു കോയിൻ ഇപ്പം വാങ്ങണ്ട, നമുക്ക് നോക്കാം. കഴിഞ്ഞ ബിയർ മാർക്ക് 50K കണ്ടിട്ടുണ്ട്, അതിന് ശേഷം 125K കണ്ടിട്ടുണ്ട് ശരത്തെ. അപ്പൊ ചിന്തിച്ചു നോക്കിയാൽ ഇനിയും അങ്ങനെ ഒരു അവസരം. എനിക്ക് കഴിഞ്ഞ ബിയർ മാർക്കിൽ സോള് 7 കണ്ടവർ പിന്നെ സോള് 200, 300 കണ്ടിട്ടുണ്ട്. അങ്ങനെ ബിയർ മാർക്കറ്റിനെ അധിക്ഷേപിക്കണ്ട. ബിയർ മാർക്കറ്റ് വന്ന എല്ലും നഷ്ടമായി എന്നൊന്നും തോട്ടൊന്നും വേണ്ട കേട്ടാ. കഴിഞ്ഞ ബിയർ കിട്ടിയവർക്കൊക്കെ അതിനറിയാം. കാരണം കഴിഞ്ഞ ബിയറിൽ 15K കിട്ടിയവന് പിന്നെ കുറേ നാള് 100, 125 ബുൾ മാർക്കറ്റിൽ 125 ആവുമ്പോൾ പറയും എടാ 15K ആവുമ്പോൾ അങ്ങനെ വാങ്ങാൻ കഴിയില്ല. അത് വേറൊരു കാര്യം. ഓക്കെ, അങ്ങനെ വാങ്ങാൻ കഴിയില്ല നമുക്ക്. മാർക്കറ്റ് ഇത്രയും ഡൗൺ ആകുമ്പോൾ നമുക്ക് വാങ്ങാൻ കഴിയില്ല. പക്ഷെ കളിക്കാൻ അറിയുന്നവർ കളിക്കും, അത്ര തന്നെ. 125 BTC വാങ്ങിയവന് 65K വാങ്ങുന്നതിന് വലിയ നഷ്ടമൊന്നുമില്ല. അത് വേറൊരു കാര്യം കേട്ടാ. അന്ന് വാങ്ങി 100K വാങ്ങാൻ മൂടുണ്ടെങ്കിൽ 65K നഷ്ടമൊന്നുമില്ല. 60, 65K 50 ആയാലും എന്താ ഒരു വാങ്ങിയില്ല. ഞാൻ കണ്ട് 65 ഇപ്പം നോട്ടിഫിക്കേഷൻ വന്നിട്ട്. അതായത് 69 ബിലോ ആയി. അതിൻ്റെ അർത്ഥം ഇനി പോക്കൊക്കെ ബോണസാണ്. കഴിഞ്ഞ ബിയർ മാർക്കറ്റ് ലെവലിലേക്ക് കുറഞ്ഞു. അതിൻ്റെ അർത്ഥം എന്താ? കഴിഞ്ഞ ബിയർ മാർക്കറ്റ് ഏരിയയിലാണ് നമ്മളുള്ളത്. ഒരു 4 വർഷം ബാക്കിലോട്ട് നമ്മൾ പോയി. ചിന്തിച്ചു നോക്കിയേ. ചിലപ്പോൾ BTCയുടെ കൺസോൾട്ടേഷൻ ആർട്ടിലേക്ക് ഇതും വരാം. വിച്ച് എക്സ്ചേഞ്ച് ഡു യു സജസ്റ്റ് ബൈ ആൻഡ് സെൽ? ബൈനാൻസ് ഓക്കെയാണ്, പക്ഷെ ഇന്ത്യൻ എക്സ്ചേഞ്ച് മറ്റേ ID ഇല്ലാണ്ട് നിൽക്കുന്നതാണ് ഏറ്റവും കൂടുതൽ നല്ലത്. പിന്നെ അതെ അതായത് ഹൈദർ റഫീഖ് 60K എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം 69 ബിലോ ആയാൽ ഇനി അങ്ങോട്ടുള്ള കുറേലൊക്കെ ഇപ്പോൾ 60K നല്ല സപ്പോർട്ടാണ്. 55, 50 ഏരിയ, 45 അതൊക്കെ സപ്പോർട്ടാണ്. ഇനി അങ്ങോട്ടുള്ളതൊക്കെ ഒരു ബിയർ മാർക്കറ്റ് ലെവലിലേക്ക് എത്തി. കഴിഞ്ഞ ബുൾ മാർക്കറ്റിന്റെ ബിലോ ആയി, ഒരു ക്രോസ് ഓവർ സംഭവിച്ചു. കഴിഞ്ഞ പ്രാവശ്യം 19K ബിലോ 16K പോയിട്ടുണ്ട്. ഇതൊക്കെ ഒറ്റയടിക്ക് പോയി. ശരിക്കും ഒരു ഒക്ടോബർ റേഞ്ചിലൊക്കെ കുറയേണ്ടടുത്ത് എന്താണ് സംഭവിക്കുന്നത്? അയലും ഡെയിലി ക്ലോസ് 5:30. ഷോർട്ടിൽ തന്നെ പരിപാടി, വേറെ വയ്യൊന്നുമില്ല. നോക്കാം. അതായത് ക്രോസ് ഓവറിന് ശേഷം ഒറ്റയടിക്ക് $20,000 കുറഞ്ഞു. അങ്ങനെ കൂട്ടിയാൽ മതി. ശരി, നമുക്കൊന്ന് ടൈമും പിന്നെ ഇതൊക്കെ ഉണ്ടായതുകൊണ്ട് ഡെയിലി ഒന്ന് കൂടാ. നമുക്ക് മടി വരും. നിങ്ങളെ ഇടയ്ക്ക് മോട്ടിവേറ്റഡ് ആയിട്ട് ടെലഗ്രാമിലൊക്കെ മെസ്സേജ് അയക്കും ലൈവ് വേണമെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പം നമുക്ക് ആവേശമാക്കാം. ARBക്ക് ഷോർട്ട് ഇട്ടിന് നമ്മൾ അതിനങ്ങനെ ചില ആൾട്ടിലൊക്കെ നമുക്ക് ഷോർട്ട് ഇട്ട് കളിക്കാം. ഓക്കെ, നോക്കാം. ശരി, നാളെ കാണാം. വെയിറ്റ് ആക്കാം. ഒറ്റയടിക്ക് തിരക്കാക്കണ്ട. നോക്കാം, ഇനി സമയമുണ്ട്. ശരത്ത് അങ്ങനെ മതി. 40K നോക്കാം നമുക്ക്. ഇനി സമയമുണ്ട് ഇഷ്ടം പോലെ. ബൈ ചെയ്യാനൊന്നും ആരും തിരക്കാക്കണ്ട. ഇഷ്ടം പോലെ സമയമുണ്ട്. നോക്കാം. ഓക്കെ, ബൈ.